പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ അടുത്ത് വീട് വെച്ചു, പക്ഷേ പാറയിൽ വെള്ളം കുത്തി നോക്കിയിട്ട് വെള്ളം കിട്ടണില്ല. അത് വെള്ളമുള്ള ഒരു സ്ഥലം കാണാത്തത് കൊണ്ട് കൃഷി ഇറക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ പ്രകൃതി കനിഞ്ഞു നൽകേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുകയും അതിൻ്റെ പേരിൽ ജീവിതം വഴിമുട്ടി നിൽക്കുകയും ചെയ്യുന്ന മക്കൾ അമ്മേ നോട്ട് ബൈ മെഡ് ബട്ട് ബൈ ഗ്രേസിലാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ കൃപ കൊണ്ട് ഏതെല്ലാം മേഖലകളിൽ വീണ് കിടക്കുന്നുണ്ടോ ജീവിതം, ഏതെല്ലാം മേഖലകളിൽ തടഞ്ഞു നിർത്തപ്പെടുന്നുണ്ടോ ജീവിതം, പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനൊക്കെ പോയിട്ടെങ്കിൽ നീന്തി കയറാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയോടും പ്രത്യക്ഷയുടെ പ്രാർത്ഥനയോടും ചേർന്നുകൊണ്ട് ഇന്നത്തെ എല്ലാ മനുഷ്യരെയും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളുടെയും വേദനകളെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും കർത്താവിൻ്റെ നാമം നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം അഭിജിത്ത് കൃഷ്ണൻ എന്നും പറഞ്ഞൊരു മകൻ നമ്മുടെ അടുത്താറെ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൻ ആദ്യം വന്നപ്പോൾ കുറേ പാട്ടാണ് പാടിയത് ക്രിസ്തുവിൻ്റെ. അത് വളരെ സന്തോഷത്തോടെ ലയിച്ചാണ് പാടണത്. പാടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കുറേ ദൈവാനുഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നെ സ്പർശിച്ചത് അവൻ്റെ ദൈവാനുഭവങ്ങളെക്കാൾ ഉപരി കേരളത്തിലെ 33 നഗരസഭകളിൽ ഞാൻ പോയി കർത്താവിൻ്റെ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ്. അവിടെ ആൾക്കാരോട് സംസാരിക്കുകയോ ഈ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കുകയോ ഇതാണ്. ശരിക്കും ചില ആൾക്കാരൊക്കെ എങ്ങനെ ഇപ്പം ഈ പീഡിയ കച്ചവടക്കാരൊക്കെ ഉടമ്പെടുത്തിട്ടേ ഈ അവർ പത്രം കൊണ്ടുപോകും. അവരെന്നാ ചെയ്യണമെന്നറിയാം, അംഗവും കാണാൻ താളിയും പറിക്കാമെന്ന് പറഞ്ഞവർ നെയ്യപ്പം തിന്ന കണ്ടുകൊണ്ട് കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ കടയിൽ പിണ്ണാക്കും ശർക്കരയും അരിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവർക്കെല്ലാം അവിടെ നിന്നുകൊണ്ട് കൈ നനയാതെ മെയ് നനയാതെ ഓരോ പത്രം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ പത്രപ്രസവം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെപ്പോഴും ഓർക്കേണ്ടത് ഈ അഭിജിത്ത് കൃഷ്ണൻ്റെയൊക്കെ കൂടെയാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യണമെന്ന് ഓർക്കണം. പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ കാപട്യങ്ങളെല്ലാം ഇതുപോലെയുള്ള വലിയ ധീരരായിട്ടുള്ള വേദസാക്ഷികൾ തകർത്തുകളെ. കാരണം നിങ്ങൾ ദൈവത്തിന് വേണ്ടി മെയ്യനങ്ങാതെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ദൈവത്തിന് ഏതെല്ലാം രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതനുസരിച്ചൊക്കെ ചെയ്ത് അനുഗ്രഹത്തിനാണ് വലിയ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, ദൈവത്തിനും അറിയാമത്. അതുകൊണ്ട് തന്നെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നമ്മൾ കോമ്പറ്റ് ചെയ്യണത് ഇതുപോലെയുള്ള ആൾക്കാർ. ഈ അഭിജിത്ത് കൃഷ്ണൻ പറഞ്ഞ വേറൊരു സാക്ഷിയുണ്ട്. ഞാൻ ഒരു ബസ്സിൽ കയറുമ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുകയായിരിക്കും, ഞാൻ വെറുതെ ബസ്സിൽ നിന്നൊരു പാടും, കർത്താവിൻ്റെ പാട്ടുകളൊക്കെ പാടുമ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും, നല്ല പാട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അവരോട് ബസ്സിൽ വെച്ച് ക്രിസ്തുവിനെക്കുറിച്ച് പറയും. ഞാനിത് കേട്ടിട്ട് എനിക്ക് തന്നെ ചമ്മൽ വന്നു. ഞാനൊരിക്കലും ക്രിസ്തുവിനെ ബസ്സിൽ വെച്ച് സംസാരിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല ബസ്സിൽ വെച്ച് ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കും. അതിൻ്റെ അഭിഷേകം കിട്ടിയിട്ടില്ലെന്ന് വേണേൽ പറയാം, എളിമയോടെ സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷേ ഈ മനുഷ്യൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് എന്നാ ശരിക്കും പറഞ്ഞാൽ ആര് പറഞ്ഞു കൊടുത്തു? ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആൾക്കാരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയോ മോട്ടിവേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഉടമ്പടി വഴികളൊക്കെ പറഞ്ഞു കൊടുക്കും ആൾക്കാരോട്. പക്ഷെ ചില ആൾക്കാർ നമ്മളെ 1 മൈൽ പോകാൻ പറയുമ്പോൾ അവർ 10 മൈലാണ് പോണത്. അതാണ് വിഷയം. കർത്താവ് പറഞ്ഞിട്ട് 1 മൈൽ പോകാൻ പറയുമ്പോൾ 2 മൈൽ പോയാൽ മതി എന്നാണ്. ഇതങ്ങനെയല്ല. ചില ആൾക്കാർ 20 മൈൽ പോകും. പക്ഷെ അവർക്ക് അതിനുള്ള അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതാണ് വിഷയം. നല്ല ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഭയങ്കരമായ ചിലക്ക് ദൈവസ്നേഹം അല്ലല്ലോ ഉടമ്പടി എടുക്കുമ്പോൾ, വസ്തുസ്നേഹം, വ്യക്തിസ്നേഹം അല്ലേ. ചില ആൾക്കാരൊക്കെ ആരെങ്കിലും ലവർമാരെ കല്യാണം കഴിക്കാനുള്ളവർ കല്യാണം കഴിക്കാൻ വേണ്ടി കർത്താവിന് പണി കൊടുത്തുവെച്ച് ഉടമ്പടി എടുക്കും. പുള്ളിക്കാരത്തി അല്ലെങ്കിൽ വിചാരിക്കുന്ന ആളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എഴുതിയിട്ടും പോകും. നമ്മളറിയത്ത് പോലും ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഉടായ്പ പാർട്ടികളുണ്ട് ശരിക്കും. എന്നിട്ട് എന്താ വിഷയം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ കണ്ണിൻ്റെ ദുരാശ കൊണ്ട് കണ്ടുപിടിച്ച ആൾ, അയാളെ ദൈവം നിങ്ങൾക്ക് ഒപ്പിച്ച് തരണമെന്ന്. ദൈവം എന്ന ഏജൻസി, പ്രേമിച്ച് നടക്കുന്നവരുടെ ഏജൻസിയാണ്. അപ്പം നിങ്ങളുടെ പഴയ ഫയലുകൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളൊരു ഫ്രോഡാണെന്നുള്ളത്.
കാര്യം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവെ അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ. അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയണത്. അങ്ങനെ കുഷ്ഠരോഗികൾ പോലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയണത് എനിക്ക് മനസ്സാകുന്നു എന്ന് പറയത്തില്ല. അപ്പം നമ്മൾ എന്ത് ഉടമ്പടി ചെയ്താലും അത് ഇപ്സഫാക്റ്റോ അണ്ടർസ്റ്റുഡാണ്. എന്താണ് അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ. എടുത്തേ വചനം എടുത്തേ. മത്തായി 8:2. മത്തായി 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഭയങ്കര, ഞാനത് എപ്പോഴും ഇടയ്ക്ക് എൻ്റെ തലയിൽ വരുന്ന ഒരു സംഭവമാണ്. ഈ കുഷ്ഠരോഗി ഭയങ്കര വിജ്ഞാനമുള്ളൊരു മനുഷ്യനാണ്. പിന്നെ കുഷ്ഠരോഗി അയാളെ സഹായിക്കാനോ സന്ധിക്കാനോ അയാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനോ പോലും യോഗ്യതയില്ല. ഇവർക്ക് മണിയടിച്ച് നടക്കുന്ന പാർട്ടിയാണ്. അവർ വരുന്നത് കണ്ട അവർ സ്വന്തം അവർക്കൊരു മണി കൊടുത്തിട്ടുണ്ട്. സമൂഹം കൊടുത്തതല്ല, അവർ കലക്ക് കാശ് കൊടുത്ത് മേടിച്ചതാണ്. അത് അടിക്കണം. തങ്ങൾ കുഷ്ഠരോഗിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുഷ്ഠം വന്നാൽ ഇവർ വഴിയിട്ടടിക്കും, ഇവർ നാട്ടുകാർ. അങ്ങനെ ഒരു ജന്മമാണ് ആ കുഷ്ഠരോഗത്തിൻ്റെ ജന്മം. അവർക്കത് യാചിക്കുവാൻ പോലും അർഹതയില്ലെങ്കിലും അത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കർത്താവെ നിൻ്റെ അടുത്ത് യാചിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്ന് എനിക്കറിയാം. 7:7 ഒരു ശതാധിപനുണ്ട്. അയാളെ കർത്താവിനെ കാണുമ്പോൾ പറയണ വർത്താനം കേട്ടാണ്, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അത് ആ വിചാരം തന്നെ ഒരു എളിമയാണ് അദ്ദേഹത്തിന്. ഇപ്പം നീ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവതിരുസന്നിധിയിൽ എത്ര നീ വിശുദ്ധനാണെങ്കിലും, എത്ര നീ സൽപ്രവർത്തികളും കൃപാവര പ്രവർത്തികളും കൊണ്ട് നീ കോമ്പറ്റൻ്റ് ആണെങ്കിലും, ദൈവത്തോട് സംസാരിക്കാൻ കഴിയണത് ദൈവം തന്നൊരു യോഗ്യതയായി കരുതിക്കൊണ്ട് പെട്ട് പ്രാർത്ഥനയിൽ അത് വേണം. അതാണ് കുഷ്ഠരോഗിയും പറയണത്, അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ. എനിക്ക് വേണ്ടി ആരും മനസ്സാകുന്നില്ല. അയാളുടെ മെയിൻ സംഭവം അതാണ്. അയാളുടെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരാരും അയാളുടെ കാര്യത്തിൽ മനസ്സാകുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞ് കേട്ടു, കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് തൻ്റെ കാര്യത്തിൽ ആരെല്ലാം മനസ്സാകുന്നില്ലെങ്കിലും ചിലപ്പോൾ ഈശോ മനസ്സാകുമെന്ന് തോന്നിയിട്ട് ആ ഒരു വിശ്വാസത്തിലാണ് അയാൾ ചോദിക്കുന്നത്, കർത്താവെ ആർക്കും എൻ്റെ മേലൊരു മനസ്സില്ല, പക്ഷേ അങ്ങക്ക് മനസ്സുണ്ടായതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സുഖം പ്രാപിക്കും. അപ്പോൾ വിശ്വാസമാണ് അതിൻ്റെ അകത്ത്. പിന്നെ തൻ്റെ എളിമപ്പെടലും. ഈ ശതാധിപനും ആ ടൈപ്പാണ്. അങ്ങയെ നേരിട്ട് കാണാൻ പോലും കാണുന്നത് പോലും യോഗ്യതയില്ലെന്ന് ഞാൻ കരുതിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴെന്താ ശതാധിപൻ ഈശോ അപ്പം തന്നെ അവൻ്റെ കൂടെ പോയെന്നാണ് പറയണത്. കുഷ്ഠരോഗിയുടെ എന്താ പറയണത്, എനിക്ക് മനസ്സാകുന്നു, നീ സൗഖ്യമുണ്ടാകുക. കണ്ട, കർത്താവിൻ്റെ ഹൃദയത്തെ ഇവർ രണ്ടുപേരും ഇങ്ങനെ വളരെ സുന്ദരമായ രീതിയിൽ കർത്താവിൻ്റെ ഹൃദയത്തെ വിശ്വാസികളിലേക്ക് തിരിക്കണ കണ്ടില്ലേ. അതായത് ഈ തിരിക്കണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ യോഹന്നാൻ മാന്താരുടെ ജനത്തെക്കുറിച്ച് പറയണത്, അവൻ പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് തിരിക്കുമെന്നാണ്. ലൂക്ക 1:17. ലൂക്ക 1:17. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും. ഇതിന്റെ വിഷയം എന്ന് വെച്ചാല് ഇതുപോലെ തന്നെയാണ് തിരിച്ചു വരണത്. ഇപ്പം പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് കൊണ്ടുവരാൻ, അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പം ഇതുപോലെ ഒരു കൗണ്ടർ തിരിച്ചു കൊണ്ടുവരവാണ് എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തെ മനുഷ്യരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഈ കുഷ്ഠരോഗിക്കും കഴിയുന്നുണ്ട്, അതുപോലെ തന്നെ ശതാധിപനും കഴിയുന്നുണ്ട്.
അതെങ്ങനെ കഴിയണം? അവരുടെ വിശ്വാസത്തെ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ അവിടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ എളിമപ്പെട്ടിട്ടാണ് അവരത് അപ്രൈസ് ചെയ്യണത്. അപ്പോൾ ദൈവദർശനം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബോധം, എളിമയുടെ ബോധം ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് തീർച്ചയായിട്ടും നമ്മളിലേക്ക് തിരിഞ്ഞു വരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് ഞാൻ മാതാവിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ മാതാവിനോടും ഈശോയോടും സർവശക്തൻ്റെ ദൈവത്തോടും നന്ദി പറയുന്നു. എൻ്റെ പേര് റോജൻ. ഞാൻ തൃശ്ശൂർ രൂപതയിൽ നിന്നുള്ള അരണാട്ടുകര എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ബിസിനസ്സാണ്. ഫാമിലി, വൈഫ്, 2 മക്കൾ, അമ്മ. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു. അപ്പം അമ്മയുടെ പ്രാർത്ഥനയും ഇതൊക്കെ കണ്ടതിന് ശേഷം ഒരു ദിവസം എനിക്ക് തോന്നി ഉടമ്പടി എടുക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പ്രത്യേക ഒരു കാരണമൊന്നും ഉണ്ടായിരുന്നില്ല, കൂടുതൽ മനസ്സിലാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ അമ്മയുടെ കൂടെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു ഉടമ്പടി ക്ലാസ്സിൽ ഇരുന്നപ്പോഴാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു 3 മാസത്തെ ഒരു പ്രോസസ്സല്ല, അത് ഒരു വേ ഓഫ് ലൈഫാണെന്നുള്ള കുറച്ച് ഐഡിയകൾ അപ്പോഴാണ് കിട്ടിയത്. പിന്നീട് ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷമാണ് ഇത് ഒരു ദൈവത്തിൻ്റെ ഒരു മരിയൻ ഉടമ്പടി ഒരു വലിയൊരു വാഗ്ദാനമാണ് എന്നുള്ള കാര്യം കൂടുതൽ മനസ്സിലാക്കിയത്. ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ആത്മീയമായും സ്പിരിച്വലായിട്ടും ഉയരുവാനും പ്രാർത്ഥനയിൽ ഉയരാനും അതുപോലെ തന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സ് തന്നെ മാറാൻ തന്നെ നമുക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫ് തന്നെ, എൻ്റെ ഫാമിലി ലൈഫ് തന്നെ അതിന് ശേഷം ഭയങ്കര ചേഞ്ചാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. വളരെ ബ്ലെസ്ഡായി മാറി. ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് എന്താ പറയുക ബ്ലെസ്സിങ്സ്, അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ഞാൻ കഴിഞ്ഞ 2025 ഫെബ്രുവരി 12-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിനുശേഷം എനിക്ക് ഒരു 4-5 മാസം മുൻപ് എനിക്ക് യൂറിനിൽ കൂടി ബ്ലഡ് വരുന്ന ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യണ്ടായി. അത് നോക്കുമ്പോൾ ശരിക്കും യൂറിനല്ല, കംപ്ലീറ്റ് ബ്ലഡാണ് പോയിരുന്നത്. അപ്പോൾ 2 ദിവസം ഞാൻ അത് വെയിറ്റ് ചെയ്തു, അത് തന്നെ എന്തെങ്കിലും ഹീൽ കിട്ടുമെന്ന് കരുതിയിട്ട്. അതിനുശേഷം വീണ്ടും ശക്തമായിട്ട് ബ്ലഡ് വന്നപ്പോൾ ഞാൻ ഒരു യൂറോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്തു. അദ്ദേഹം എല്ലാ ടെസ്റ്റുകളും എഴുതി, ഇൻക്ലൂഡിങ് അബ്ഡമൻ സ്കാനും ബ്ലഡ് ടെസ്റ്റും എല്ലാം എഴുതി, എല്ലാ ടെസ്റ്റും ചെയ്തു, അദ്ദേഹത്തിന് കാണിച്ചു. പുള്ളിയെ നോക്കിയിട്ട് പറഞ്ഞത് ഇത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്, ഇതിലൊരു പ്രശ്നമില്ല, ദ എൻ്റയർ സിസ്റ്റം ഈസ് പെർഫെക്റ്റ്, ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ബ്ലഡ് വരുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞ ആൻസർ, ഇവിടെയാണ് മെഡിക്കൽ സയൻസ് തോറ്റു പോകുന്നതെന്നായിരുന്നു. കാരണം ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇതിനൊരു ആൻസർ ഇല്ല, ഇവിടെയാണ് മെഡിക്കൽ സയൻസ് തോറ്റു പോകുന്നത് പറഞ്ഞു. ഞാൻ പിന്നീട് വേറെ മെഡിക്കേഷനൊന്നും എടുത്തില്ല. ഞാൻ നേരെ വീട്ടിൽ വന്ന് ശക്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണവും സ്വർഗസ്നായും എല്ലാ പ്രാർത്ഥനയും ചെയ്തതിന് ശേഷം ഞാൻ 3 ദിവസം ആ അഫക്റ്റഡ് ഏരിയയിൽ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 5 മാസം പോകുന്നു. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 5 മാസമായിട്ട്. പിന്നെ ബ്ലഡേ വന്നിട്ടില്ല എൻ്റെ ലൈഫിൽ. ഇതാണ് മാതാവ് എനിക്ക് തന്നിട്ടുള്ള വലിയൊരു ഹീലിംഗ് ആയിട്ടാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാത്തൊരു കാര്യം ഒരു ഉടമ്പടി തൈലം ഉപയോഗിച്ച് മാറുമെന്ന് പറയുമ്പോൾ അത് മിറാക്കിൾ തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നീട് എനിക്കുണ്ടായിട്ടുള്ള വേറെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 31 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു ബാഡ് ഹാബിറ്റ്, ഇത് മാറാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ഭൗതികമായിട്ടുള്ള ലൈഫിൽ കൂടെ പോകുമ്പോൾ, പ്രാക്ടിക്കൽ ലൈഫിൽ കൂടെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ വീണ് പോകാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് എനിക്കതിൽ നിന്ന് മോചനം കിട്ടി. പിന്നെ അങ്ങനൊരു ഹാബിറ്റ് ഉള്ളതായിട്ടോ എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ല. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ബാഡ് ഹാബിറ്റ്സ് മാറാൻ ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. അടുത്തതായിട്ട് എനിക്ക് ഞങ്ങൾ 2024 ഞങ്ങൾക്കൊരു വീട് ഉണ്ടായിരുന്നു. എന്നാൽ ആ വീടൊന്ന് പൊളിച്ച് പുതിയ വീട് പണിയാനുള്ള പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ആർക്കിടെക്റ്റിനെയും അതുപോലെ തന്നെ കോൺട്രാക്ടറൊക്കെ അപ്പോയിൻറ്റ് ചെയ്തു. പിന്നീട് 1 വർഷത്തോളം ഞങ്ങൾ ഈ ഒരു വീടിൻ്റെ പുതിയ പ്ലാൻ വരയ്ക്കുകയും അതിൽ വേണ്ട മാറ്റങ്ങൾ നോക്കുകയും അങ്ങനെ അതിനു വേണ്ടി ഒരുപാട് വീടുകൾ ഞാനും വൈഫ് കൂടി പോയി കാണുകയും 1 വർഷത്തോളം ഞങ്ങൾ വർക്ക് ചെയ്തു. അതിനുശേഷം ആ വീട് പണിയാൻ ഞങ്ങൾ അപ്രൂവലും എടുത്തു. പക്ഷേ വീട് പണി തുടങ്ങാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യാം.
മനസ്സുകൊണ്ട് നമുക്കത് എന്തോ ഒരു ബ്ലോക്ക് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയത്ത് നമുക്ക് ഒരിക്കൊണ്ടും അത് തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ഈ ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് അത് ഞാൻ ഒന്ന് റീചെക്ക് ചെയ്തു ഈ ഒരു പുതിയ പ്ലാൻ വെച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞാൻ ഉദ്ദേശിച്ചേക്കാളും വലിയൊരു ബഡ്ജറ്റിലേക്ക് ഇത് കടന്നു പോവുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയൊരു ബേർഡനായി മാറും, എൻ്റെ പിന്നെ അങ്ങോട്ടുള്ള ലൈഫിനെ എഫക്റ്റ് ചെയ്ത് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്ത് ചെയ്യണം ആലോചിച്ചപ്പോൾ ഉള്ള വീട് തന്നെ റിനോവേറ്റ് ചെയ്യുക എന്നുള്ള ഒരു തോട്ടാണ് അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ആ ഉള്ള വീട് തന്നെ വീണ്ടും അതിനെ പ്ലാൻ വരച്ചു, അത് നോക്കി കോൺട്രാക്ടറോടെല്ലാം സംസാരിച്ചു. അവർ ഓക്കെ പെട്ടെന്ന് തന്നെ അപ്രൂവൽ എടുത്തു. വർക്ക് കഴിഞ്ഞ മെയ് 2025 ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ മെയ് ഈ 2026 ഞങ്ങൾ ആ വീട്ടിലേക്ക് മാറി താമസിച്ചു വെഞ്ചേരിക്ക് ശേഷം. അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ വീടിന് ഉദ്ദേശിച്ചിരുന്ന ബഡ്ജറ്റിൻ്റെ ഹാഫ് ബഡ്ജറ്റ്, പകുതി എമൗണ്ടിന് എനിക്ക് ഈ വീട് റിനോവേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. മാത്രമല്ല പുതിയ വീട്ടിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ, ഒരുപാട് സൗകര്യങ്ങൾ കൂടിയാണ് ആ വീട് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ ആദ്യമായിട്ട് ആ വീട്ടിൽ വരുന്ന എല്ലാവരും പറയുന്നത് ഇത് പഴയ വീടെന്നല്ല, ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും പറയുന്നത് പുതിയ വീട് പണിത് തന്നെയാണെന്ന് പറയുന്നത്. സോ ഇത് മാതാവിൻ്റെ ശക്തമായിട്ടുള്ള അനുഗ്രഹമായിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം കരുതുന്നത്. കാരണം പ്രാർത്ഥനയോട് മാത്രമേ നമുക്കൊരു ഡിസിഷൻസ് മാറ്റാനും ശക്തമായിട്ട് മാതാവ് ഇടപെട്ടുകൊണ്ടാണ് നമുക്കങ്ങനെ ഒരു വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചത്. പിന്നെ ഇത് കൂടാതെ ഒരു കാര്യം കൂടിയും, ഞങ്ങളുടെ എൻ്റെ വീടിരിക്കുന്നതിന് ചുറ്റും രണ്ട് സൈഡിലും ഞങ്ങൾക്ക് റോഡാണ്. അതുകൊണ്ട് അധികം സ്ഥലമൊന്നുമില്ല, ഒരു 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്കുള്ളൂ. തൊട്ടടുത്ത വീട്ടിൽ അവരുടെ ഞങ്ങളുടെ വീടിൻ്റെ പുറകിലായിട്ടൊരു കുറച്ച് വഴി, 1 സെൻറ്റ് വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചാലോ എന്ന് കിട്ടിയാൽ നമുക്ക് വളരെ സൗകര്യമായി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ സ്ഥലത്ത് നമ്മൾ മാതാവിൻ്റെ കാശ് രൂപമൊക്കെ വെച്ച് ഉടമ്പടി വസ്തുക്കളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ അവരോട് പോയി ചോദിച്ചു. പക്ഷേ അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥൻ മരിച്ചിട്ട് ഏകദേശം ഒരു 3 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവരൊരിക്കലും മാനസികമായിട്ട് അങ്ങനെ ഒരു ഡീലിനോ ഒന്നും പറ്റിയിട്ടുള്ള അവസ്ഥയായിരുന്നില്ല. പക്ഷേ ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ, ബട്ട് ഞങ്ങൾക്കിത് കിട്ടുകയാണെങ്കിൽ സൗകര്യമാണ്, വളരെ ഉപകാരമായി സംസാരിച്ചപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം അവരൊരു വില പറഞ്ഞു, ഞങ്ങളും ഒരു വില പറഞ്ഞു. അങ്ങനെ അത് ഒരു തീരുമാനമായി. ഇതിലൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ മരിച്ച ആളുടെ പേരുന്ന വീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പേരിലേക്ക് മാറ്റണം. അതിനുശേഷമാണ് ഞങ്ങൾക്ക് മാറ്റാൻ. ഒരുപാട് പ്രോസസ് ഓറിയൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇതെല്ലാം വളരെ സ്മൂത്തായിട്ട്, എനിക്ക് 1 മാസം പോലും എടുത്തിട്ടില്ല, വളരെ ഫാസ്റ്റായിട്ട് ആ രജിസ്ട്രേഷൻ നടക്കുകയും ആ വഴി ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അത് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കുടുംബം ഒരുമിച്ചിരുന്ന് മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ വെച്ച് വിശ്വാസപ്രമാണവും സ്വർഗസ്നായും പ്രാർത്ഥന, ശക്തമായിട്ടുള്ള പ്രാർത്ഥനയിലാണ് മാതാവ് ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു അനുഗ്രഹം തന്നത്. ഇന്നത് വളരെ സൗകര്യമായി ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ബിസിനസ്സാണ്. ഞങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് ഞങ്ങൾക്ക് പല ക്ലയൻസും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഞങ്ങൾക്കെതിരെ വരേണ്ടിയിരുന്ന ഒരു വ്യാജമായിട്ടുള്ളൊരു കേസ്, അത് ഒരുപക്ഷെ നമുക്കത് വളരെ ബുദ്ധിമുട്ടായി മാറേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് മാതാവിൻ്റെ ശക്തമായിട്ടുള്ള ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഇങ്ങനൊരു കേസ് വരുന്നുണ്ട്, അതിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ളത്. അത് ഒരു തരത്തിലും ആ വ്യക്തി കേസ് വരെ കൊടുക്കാതെ അതിൽ നിന്ന് മാറിപ്പോയി. അത് മാതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. രക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഞാൻ പല ആൾക്കാരെയും മുൻപ് മുതൽ ഞാൻ സഹായിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുക്കും തോറും, നമ്മൾ ബൈബിൾ പറഞ്ഞിട്ടുള്ള പോലെ കൊടുക്കും തോറും അത് വർദ്ധിക്കുന്നതായിട്ട് എൻ്റെ അനുഭവം. അപ്പോൾ കൊടുക്കാൻ ഞാനൊരിക്കലും മടി കാണിക്കാറില്ല. എനിക്ക് ഇപ്പോൾ കൊടുക്കാൻ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ആരും അറിയാതെ ഞാൻ സഹായിച്ചു കൊണ്ടിരിക്കും. അതൊരു ഹാബിറ്റാണ് ഇപ്പോൾ. പിന്നെ അത് കൂടാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ സ്കൂളുകളിലൊക്കെ ഡ്രഗ്സ് കഴിക്കുന്ന കുട്ടികളെ റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന ഒരു സംഘടനയുമായി ചേർന്ന് വളരെ എന്താ പറയുക, അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് വളരെ ഭീകരമായിട്ടുള്ള കണക്കുകളാണ് കുട്ടികൾ ഡ്രഗ്സ് കഴിക്കുന്നത്. ആ കുട്ടികളെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന സംഘടനയാണ് അത്. ഒരു സിസ്റ്റേഴ്സ് നടത്തുന്നൊരു ഓർഗനൈസേഷൻ, അതുമായി ചേർന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 8,000 കുട്ടികളെ ഇതുവരെ നമ്മൾ ഡ്രഗ്സ് അഡിക്ഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൃപാസനം പേപ്പർ ഞാൻ എല്ലാ മാസവും ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിലാണ് കൂടുതൽ കൊടുക്കാറ്. ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യും. ഇപ്പോൾ എൻ്റെ അമ്മ കൂടാതെ എൻ്റെ വൈഫും കൂടി ഇപ്പോൾ ഉടമ്പടിയിലാണ്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്കെടുത്ത് പറയാനുള്ളത്, മാതാവ് അനുഗ്രഹിച്ചുകൊണ്ടാണ് എന്നെ ഞങ്ങളുടെ കുടുംബത്തെ ഈ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നത്. ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ
ഞാൻ പറയുക, ലോകാത്മാവ്, പരിശുദ്ധാത്മാവ്, ലോകാത്മാവ്, ദുരാത്മാവ്, ദുഷ്ടാത്മാവ്. ഇതിൽ ഈ എന്താ പറയുക, പരിശുദ്ധാത്മാവിൻ്റെയും ലോകാത്മാവിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണേ. നമുക്ക് ഉടമ്പടിയുടെ കംപ്ലീഷനിലേക്ക് എത്തണമെങ്കിൽ ചെങ്കടൽ കടക്കണം, അതുപോലെ മരുഭൂമി കടക്കണം, അതുപോലെ തന്നെ ജോർദാൻ കടക്കണം. ഈ ചെങ്കടൽ കടക്കുന്നതോട് കൂടിയാണ് നമ്മളുടെ പാപങ്ങളെല്ലാം നമ്മൾ വിട്ടുപോകുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെങ്കടലിൽ ഞാൻ കടന്നിട്ടില്ല, കാരണം അത് കടക്കൽ തന്നെ ഒരു പ്രോസസ്സാണ്. പക്ഷേ അത് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. സോ എനിക്ക് ഇത്രയും എൻ്റെ ഫാമിലിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് റോച്ചണ്ടി തറയിൽ തൃശ്ശൂർ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. റോജൻ്റെ വാക്കുകളിൽ തന്നെ എപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ സാധ്യമായിരുന്നുവെന്ന് അത് വാക്കുകളിൽ തന്നെ മുഴുവനായിട്ടും പ്രകടമായിരുന്നു. വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ അനുഗ്രഹങ്ങളെ അക്കമിട്ടുകൊണ്ട് അത് പൂർണ്ണമായിട്ട് നമുക്ക് മുമ്പിൽ അത് പറഞ്ഞു വെക്കുകയായിരുന്നു. സ്വന്തം അമ്മയുടെ കൂടെ ഇവിടെ വരുമ്പോൾ എന്താണെന്നറിയുവാനും എന്നാൽ ഉടമ്പടി എന്ന തിരിച്ചറിവ് അത് 3 മാസത്തെ 90 ദിവസത്തെ ഒരു പ്രോസസ്സിംഗ് അല്ല, മറിച്ചത് തൻ്റെ തന്നെ ജീവിതത്തിലെയും ഓരോ മനുഷ്യരും ജീവിതത്തിലേക്ക് പുതിയൊരു മാതൃക കാട്ടിത്തരുന്നതാണെന്നുള്ള തിരിച്ചറിവിലേക്കാണ് റോജൻ കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു ദൈവിക ആശ്രയത്തിലേക്കും ഉടമ്പടി ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുവാനായിട്ട് സാധിക്കുകയുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ തനിക്കുണ്ടായ ഒരു രോഗസൗഖ്യം എന്ന് പറയുന്നത് എല്ലാവിധമായ ചെക്കപ്പുകൾ നടത്തിയിട്ടും ഡോക്ടറിനോട് അന്വേഷിക്കുന്നുണ്ട് എന്ത് കാരണത്തിലാണ് ഈ ഒരു യൂറിൻ ഇൻഫെക്ഷൻ്റെ ബ്ലഡ് വരുന്നൊരു കാര്യം മാറാത്തതെന്ന്. എന്നാൽ ചില കാര്യങ്ങൾ മെഡിക്കൽ സയൻസ് പോലും തോറ്റുപോകുമെന്ന് പറയുന്ന രീതിയിൽ കടന്നു വരുമ്പോൾ റോജൻ പൂർണ്ണമായിട്ടും ഉറച്ചു വെച്ചത് പരിശുദ്ധ അമ്മയുടെ നേർച്ച ഉടമ്പടികളോട് തന്നെയാണ്, ഉടമ്പടി വസ്തുക്കളോട്. എന്നാൽ പൂർണ്ണമായിട്ടും ഉറച്ച വിശ്വാസത്തോടും വിശ്വാസ പ്രമാണമെന്ന പ്രാർത്ഥന ചൊല്ലി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ പൂർണ്ണമായിട്ടും ഉള്ള രോഗസൗഖ്യമാണ് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തൻ്റെ വീടിൻ്റെ റിനോവേഷൻ ചെയ്യുവാനായിട്ട് ഉള്ള വീട് തന്നെ പൊളിച്ച് പുതിയത് പണിയാനുള്ള താല്പര്യമായിരുന്നുവെങ്കിലും എന്നാൽ എവിടെ നിന്നോ പരിശുദ്ധ അമ്മയുടെ ഇടപെടലായിരിക്കാം, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ് ഉള്ള വീടിനെ തന്നെ കൂടുതലായിട്ട് റിനോവേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തത്. അത് പുതിയൊരു വീട് വെക്കുന്നതിൻ്റെ ബഡ്ജറ്റിൻ്റെ പകുതി മാത്രമാണ് ഇപ്പോഴുള്ള വീട് പൂർണ്ണമായിട്ടും അത് പണിഞ്ഞു തീർക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഓരോ മനുഷ്യരും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് പുതിയ വീടാണോ എന്ന രീതിയിൽ. ആദ്യമായിട്ട് കാണുന്നവർക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അത് പുതിയ വീടാണെന്ന തരത്തിൽ തന്നെയാണ്. പലപ്പോഴും അനുഗ്രഹങ്ങളൊക്കെ സാധ്യമാകുന്നത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള വ്യക്തമായ ബോധ്യത്തോടെയുള്ള ഉടമ്പടി ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ കടന്നു വന്നോ, വഴിയുടെ പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും അത് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ സമയത്തിൻ്റെ ചുരുക്കത്തിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ റോജൻ എന്ന കുടുംബത്തിന് അത് പൂർണ്ണമായിട്ടും അനുഭവിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് അനുഭവവേദ്യമാകുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തു. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് നമുക്ക് നന്ദിയുള്ളവരാകാം. ഇനിയും റോജൻ എന്ന വ്യക്തിയിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റാൻ ഇനിയും അനുഗ്രഹിക്കണമേ എന്നും, ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റാൻ അനുഗ്രഹിക്കണമേ.